വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നവംബറിലെ 21/11/2025 മുതൽ 30 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നവംബർ 21, 2025 നവംബറിൽ ദുബായ് എയർ ഷോയിൽ തകർന്നു വീണ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ്. അടുത്തിടെ 300 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മരതകം കണ്ടെത്തിയ രാജ്യം മഡഗാസ്കർ. കേസന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി വികസിപ്പിച്ച ആപ്പ് ഈ സാക്ഷ്യ ആപ്പ്. പട്ടികജാതി നഗറുകളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഐശ്വര്യഗ്രാമം. ജാവലിൻ മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്ക. 2024 സമാധാനം, നിരായുധീകരണം, വികസനം എന്നിവയ്ക്കുള്ള ഇന്ദിരാഗാന്ധി സമ്മാനം ലഭിച്ചത് മിഷേൽ ബാച്ചലെറ്റ്. റീജിയണൽ ഓപ്പൺ ഡിജിറ്റൽ ഹെൽത്ത് സമ്മിറ്റ് 2025 നടന്നത് ന്യൂഡൽഹി. 2025 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഫാത്തിമ ബോഷ്, മെക്സിക്കോ. നവംബർ 22, 2024 സമാധാനം, നിരായുധീകരണം, വികസനം എന്നിവയ്ക്കായി ഇന്ദിരാഗാന്ധി സമ്മാനം ലഭിച്ചത് മിഷേൽ ബാച്ചലൈറ്റ്. നസംസ് നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഏതൊക്കെ രാജ്യങ്ങളിലാണ് സംയുക്തമായി വികസിപ്പിച്ചെടുത്തത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, നോർവേ. 2025 G20 ഉച്ചകോടിയുടെ വേദി ജോഹന്നസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാൻ വാണിജ്യ വ്യവസായ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസി. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി അഭ്യാസമാണ് ഓഡിറ്റ് ഡെസ്ക് 2025. ഓസ്ട്രേലിയ. 2025 നവംബറിൽ കേന്ദ്ര ജ്ഞാന ഭാരതം മിഷന്റെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനത്തിനുള്ള അംഗീകാരം ലഭിച്ച സേവാദി മ്യൂസിയത്തിന്റെ ഭാഗമായ കുമാരനല്ലൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. ഭാരത് ക്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാരത് NCAP പുതുക്കിയ കരട് പുറത്തിറക്കിയ മന്ത്രാലയം റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം. സയ്യിദ് മുസ്താഖ് അലി ടൂർണമെന്റിനുള്ള കേരള ടീം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. നവംബർ 23, പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതി ക്രിയേറ്റീവ് കോർണർ പദ്ധതി. ആപ്കി യോജന ആപ്കി സർക്കാർ ആപ്കെ ദ്വാർ എന്ന വാർഷിക പൊതു സേവന പ്രചാരണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. ജോയിന്റ് ക്രെഡിറ്റിംഗ് മെക്കാനിസം JCM ഏത് രാജ്യമാണ് ആരംഭിച്ച ഒരു ഉഭയകക്ഷി സംരംഭമാണ്? ഏത് രാജ്യം ആരംഭിച്ച ഒരു ഉഭയകക്ഷി സംരംഭമാണ്? ജപ്പാൻ. 2025 നവംബറിൽ ലോകപ്രശസ്ത മെക്സിക്കൻ ചിത്രകാരി ഫിഡ കഹ്ലോയുടെ 487 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ കലാസൃഷ്ടി എൽ സുവേനോദ ഫ്രീഡം. 2025 നവംബറിൽ അന്തരിച്ച പ്രശസ്ത ഐറിഷ് ഫാഷൻ ഡിസൈനർ പോൾ കോസ്റ്റെല്ലോ. കാഴ്ച പരിമിതിയുടെ പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ. ഫോർമുല വോൺ ലാസ് വെഗാസ് ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പൻ. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. നവംബർ 24,
രാജ്യത്തിൻ്റെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനമേൽക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത്. 2025 നവംബറിൽ HSN5 പക്ഷിപ്പനി മരണം റിപ്പോർട്ട് ചെയ്ത അമേരിക്കൻ സംസ്ഥാനം വാഷിംഗ്ടൺ. 2026 ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവിന് വേദിയാകുന്നത് നിലമ്പൂർ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷികത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് തപാൽ സർവീസ് ഇറക്കിയ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഏക ഇന്ത്യൻ വംശജ നൂർ ഇനായത് ഖാൻ. റേസിംഗ് ഡ്രൈവറും സംരംഭകനുമായിരുന്ന ഫിലിപ്പ് ഷാരോളിയോടുള്ള ആദരസൂചകമായി ഫ്രഞ്ച് സർക്കാർ നൽകുന്ന പുരസ്കാരമായ ജെന്റിൽമാൻ ഡ്രൈവർ ഓഫ് ദ ഇയർ 2025 പുരസ്കാരം നേടിയ തമിഴ് താരം അജിത്ത്. PG സംസ്കൃതി കേന്ദ്രത്തിന്റെ P. ഗോവിന്ദപിള്ള സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് TM കൃഷ്ണ. 2025 നവംബറിൽ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് നീറ്റിലിറക്കിയ അന്തർവാഹിനി പ്രദേശിത കപ്പൽ INS മാഹി. നവംബർ 25, 2025 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ ബോഷ്, മെക്സിക്കോ. 2026 നടക്കുന്ന 31ാം UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് തുർക്കി. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ-രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഇറാൻ. സാമ്പത്തിക തട്ടിപ്പുകൾ തടയിടാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി ജയ് അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ് 1600. 2025 നവംബറിൽ മാലാക്ക കടലിടുക്കിന് മുകളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് സെൻയാർ. വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ലീപ്പ് എഞ്ചിനുകൾക്കായുള്ള സഫ്രാൻ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ MRO മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഹൈദരാബാദ്. ഇന്ത്യയിൽ അപൂർവ ഭൂമികാന്തങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2025 നവംബറിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച പദ്ധതി സ്കീം ടു പ്രൊമോട്ട് മാനുഫാക്ചറിംഗ് ഓഫ് സിൻറ്റേഡ് റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റ്സ്. 2025 ആന്റി മൈക്രോബിയൻ പ്രതിരോധ വാരത്തിന്റെ പ്രമേയം നവംബർ 18 to 24 ആയിരുന്നു പ്രതിരോധ വാരം. ആക്ട് നൗ, പ്രൊട്ടക്ട് അവർ പ്രസന്റ്, സെക്യൂർ അവർ ഫ്യൂച്ചർ അതായിരുന്നു പ്രമേയം. നവംബർ 26, 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയത് ഇന്ത്യ. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയ നഗരമായി പ്രഖ്യാപിച്ചത് അഹമ്മദാബാദ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത AI അധിഷ്ഠിത മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ഭാരത് ജെൻ. ഐക്യരാഷ്ട്രസഭയുടെ 32ാമത് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എത്യോപ്യ. 2027 ഐക്യരാഷ്ട്രയുടെ 32ാമത് കാലാവസ്ഥാ ഉച്ചകോടി. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറാസോ. ദേശീയ വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ വനിതകൾക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പുതിയ ഹെൽപ്പ് ലൈൻ 14490. നവംബർ 27, ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന നാവിഗേഷൻ സെന്റർ ഓഫ് എക്സലൻസ് ഉദ്ഘാടനം ചെയ്തത് കേരളം. 2026 ICC പുരുഷ ടീം ലോകകപ്പിന്റെ ടൂർണമെന്റ് അംബാസിഡർ രോഹിത് ശർമ്മ. 2025 ഡേവിഡ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് കപ്പ് ജേതാക്കൾ ഇറ്റലി. 2025 GI ടാഗ് ലഭിച്ച യാക് ചൂർച്ചി ഏത് സംസ്ഥാനത്തിന്റെ പാരമ്പര്യ ഉൽപ്പന്നമാണ്? അരുണാചൽ പ്രദേശ്. 2025 നടന്ന അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് പോർച്ചുഗൽ. വാട്സ്ആപ്പ് അധിഷ്ഠിത ഗവർണൻസ് സംവിധാനം സ്വീകരിക്കാൻ പദ്ധതിയിടുന്നത്
ന്യൂഡൽഹി. ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായുള്ള 2025 ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. നവംബർ 28 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 2025. സുവർണമയൂരം നേടിയത് സ്കിൻ ഓഫ് യൂത്ത്. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് കെല്ലി ലൈഫ് മാർഷൽ. മികച്ച AI ചിത്രം ബീയിങ്. മികച്ച സംവിധായകൻ സന്തോഷ് ദവകർ. ചിത്രം ഗോഡൽ. മികച്ച നടൻ ഉബൈമർ റിയോസ്. ചിത്രം എ പോയറ്റ്. മികച്ച നടി ജെറ സോഫിയ ഓസ്താർ. ചിത്രം ലിറ്റിൽ ട്രബിൾ ഗേൾസ്. കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഓട്ടോഡോസ് വാക്സിൻ അംഗീകാരം ലഭിച്ച രാജ്യം ബ്രസീൽ. 3ാമത്തെ ഇടവേളകളിൽ 2 ഡോസ് എടുക്കേണ്ട ടാഗ് 03 ആണ് നിലവിൽ ലഭ്യമായ ഏക ഡെങ്കി വാക്സിൻ. (2025) AIUCN അവലോകനത്തിൽ വേൾഡ്സ് ബെസ്റ്റ് മാനേജ്ഡ് പ്രൊട്ടക്ട്ഡ് ഏരിയാസായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ പാർക്ക് കാഞ്ചൻഗംഗ നാഷണൽ പാർക്ക്. ശ്രീലങ്കയ്ക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സാഗർ ബന്ധു. ശ്രീലങ്കയിൽ നാശം വിധിച്ച ചുഴലിക്കാറ്റ് ഡിറ്റ്വ. പേര് നിർദ്ദേശിച്ച രാജ്യം യമൻ. നവംബർ 29 2025 നവംബറിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ശ്രീരാമ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തത് ഗോവ. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ. റായ്പൂരിൽ നടന്ന അഖിലേന്ത്യാ പോലീസ് കോൺഫറൻസിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് ഗാസിപ്പൂർ പോലീസ് സ്റ്റേഷൻ, ഡൽഹി. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം മിയാമി, അമേരിക്ക. ഉഷ്ണതരംഗങ്ങൾ കാരണം യുനെസ്കോയുടെ പട്ടികയിൽ ഏത് സ്ഥാനത്തിനാണ് ഏകദേശം മുന്നിൽ 2 ഭാഗം പവിഴപ്പുറ്റുകൾ നഷ്ടമായത്? നിഗ്ലേയോ റീഫ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് തിരുവനന്തപുരം. 2025 നവംബറിൽ ഇന്ത്യ 7995 കോടിയുടെ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ച രാജ്യം അമേരിക്ക. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവറില്ല ട്രെയിൻ ശൃംഖല എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചത് റിയാദ് മെട്രോ. നവംബർ 30 ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഓവർ ഓഫ് ചാമ്പ്യന്മാരായ ടീം കേരളം. തുടർച്ചയായി 3ാം തവണയാണ് ചാമ്പ്യന്മാരാകുന്നത്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് വിക്രം നാഥ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ റെയിൽ പാലം നിലവിൽ വരുന്നത് നയാഗഡ്, ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കൂർണൂർ. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് പി മോഹനൻ. 12,000 വർഷമായി നിദ്രയിലായിരുന്ന എത്യോപ്യയിലെ ഏത് അഗ്നിപർവ്വതമാണ് 2025 നവംബറിൽ പൊട്ടിത്തെറിച്ചത്? ഹെയ്ലി ഗബ്ബി. 2025 നവംബറിൽ അന്തരിച്ച റേഗെ സംഗീതത്തിന്റെ പ്രചാരകരിൽ പ്രധാനമായ വ്യക്തി ജിമ്മി ക്ലിഫ്. സയ്യിദ് മോദി ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ ഡബിൾസ് കിരീടം നിലനിർത്തിയ ഇന്ത്യൻ സഖ്യം ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം. അപ്പോൾ ഇത്രയാണ് നവംബറിലെ കറണ്ട് അഫയേഴ്സ്. വളരെ കുറച്ചായിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.